മാനവസേവ മാധവസേവ എന്ന ആപ്തവാക്യം ഉൾക്കൊണ്ട് ആരോരുമില്ലാത്ത സഹജീവികൾക്കായി സേവാഭാരതിയുടെ ആശ്രയ കേന്ദ്രത്തിന് തുടക്കം. തിരുവനന്തപുരം പാപ്പനംകോട് ഇടഗ്രാമം ദേശത്ത് സേവാഭാരതിയുടെ ആശ്രയ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം മുൻ DGP TP സെൻകുമാർ നിർവഹിച്ചു. സേവാഭാരതി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ജനങ്ങൾ അറിയേണ്ടത് അത്യാവശ്യമാണെന്ന് മുൻ DGP TP സെൻകുമാർ പറഞ്ഞു. ആറാം വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന സാഹചര്യത്തിലാണ് സേവാഭാരതി ആശ്രയ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം മുൻ DGP TP സെൻകുമാർ നിർവഹിച്ചത്. സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്നവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ സേവാഭാരതിയുടെ ഓരോ പ്രവർത്തകരും പ്രതിജ്ഞാബദ്ധരാണ്. 2018 മുതൽ സേവാഭാരതിയുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ആളാണ് താനെന്നും TP സെൻകുമാർ പറഞ്ഞു. സേവാഭാരതി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ജനങ്ങൾ അറിയേണ്ടത് അത്യാവശ്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കാരണം 2018 മുതൽ ഞാൻ സേവാഭാരതിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെട്ടിരുന്നു. പിന്നീട് കോവിഡ് വന്ന് 2022 ശേഷം അല്പം കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 2018-ലും 2019-ലും എന്നെ കൊണ്ടുവന്നവരോട് ഞാൻ പറയായിരുന്നു, അന്ന് കണ്ടിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരുപക്ഷെ സംഘത്തിൻ്റെ സ്വഭാവം കൊണ്ടായിരിക്കാം, ഇടത് കൈ ചെയ്യുന്നത് വലത് കൈ അറിയരുത് എന്നുള്ളൊരു നിർബന്ധം ഉണ്ടായിരുന്നു. അന്ന് ഞാനും ശ്രീ അലി അക്ബറും, രാമസിംഹനായിട്ടുള്ള ശ്രീ അലി അക്ബറും ഇവരുടെ ചടങ്ങുകളിലെല്ലാം പറഞ്ഞിരുന്നത് അത് ശരിയല്ല, അത് മറ്റുള്ളവർ അറിയണം. കാരണം രണ്ട് മൂന്ന് കാര്യമുണ്ട്. ഒന്ന്, നിങ്ങളെ സഹായിക്കാനായി ഇങ്ങനെ ഒരു സംഘടനയുണ്ട്, ഇങ്ങനെ ഒരു പ്രസ്ഥാനമുണ്ട് എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കണം. രണ്ട്, ഇങ്ങനെയൊരു പ്രസ്ഥാനത്തിന് സഹായം നൽകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് കൊടുക്കാനായിട്ട് സാധ്യതയുണ്ടാകണം. സേവാഭാരതി നിരവധി പ്രവർത്തനങ്ങൾ ചെയ്തു വരുന്നുണ്ട്. ആശ്രയ കേന്ദ്രത്തോട് ചേർന്ന് PSC കോച്ചിംഗ് സെന്റർ, തയ്യൽ പരിശീലനം, പാലിയേറ്റീവ് കെയർ തുടങ്ങിയ സ്ഥിരം സേവാ പദ്ധതികൾ ആരംഭിക്കാനുള്ള ലക്ഷ്യവും നിലവിലുണ്ട്. തിരുവനന്തപുരം മഹാനഗര സംഘചാലക് മുരളി, ദേശീയ സേവാഭാരതി തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് മനു, ദേശീയ സേവാഭാരതി തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി സജിത്ത്, മറ്റ് നഗരസഭാ കൗൺസിലർമാർ ഉൾപ്പെടെ ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു. ജനം, തിരുവനന്തപുരം.